ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ഫാമിംഗ് സൊസൈറ്റീസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. KCS റൂള് 15 അനുസരിച്ചിട്ട് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ റൂള് 15 സബ് റൂള് 4ലാണ് ഫാമിംഗ് സൊസൈറ്റീസ് വരുന്നത്. ഫാമിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് 4 തരത്തിലാണ് ഉള്ളത്. കോപ്പറേറ്റീവ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ടെനൻ്റ് ഫാമിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി. ഇങ്ങനെ 4 തരത്തിലുള്ള സൊസൈറ്റികളാണ് ഉള്ളത്. ഇതിനെ പറ്റിയിട്ട് CSEBയുടെ എക്സാമിന് മിക്കതിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ 4 ടൈപ്പ് സൊസൈറ്റീസിനെ പറ്റിയിട്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നോക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റിയാണ്. അതിൽ ലാൻഡ് ആർ ഓൺഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻഡിപെൻഡൻ്റ്ലി. ലാൻഡ് ഓൺ ചെയ്യുന്നത് മെമ്പേഴ്സ് ആയിരിക്കും. ലാൻഡിൻ്റെ ഓണർ എന്ന് പറയുന്നത് മെമ്പേഴ്സ് ആയിരിക്കും. ദ മെമ്പേഴ്സ് കൾട്ടിവേറ്റ് ദയർ ലാൻഡ് ആസ് പെർ ദ ഗൈഡ് ലൈൻസ് ഓഫ് ദ സൊസൈറ്റി. മെമ്പർ സൊസൈറ്റിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് അവരുടെ ലാൻഡിൽ, അവരുടെ സ്ഥലത്ത് കൃഷി ചെയ്യുകയാണ്. സൊസൈറ്റി സപ്ലൈ ബെറ്റർ സീഡ്സ്, മാന്യൂസ്, ഇംപ്ലിമെൻറ്റ്സ് ടു ദ മെമ്പേഴ്സ് ഫോർ ഇംപ്രൂവിങ് അഗ്രികൾച്ചർ. സൊസൈറ്റി അവർക്ക് ബെറ്റർ സീഡ്സും മാന്യൂസ്, വളങ്ങളും ഇംപ്ലിമെൻറ്റ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റീസിൽ മെമ്പേഴ്സ് അവരുടെ സ്വന്തം ലാൻഡിൽ അവർ സ്വയമായിട്ട് കൃഷി ചെയ്യുന്നു. സൊസൈറ്റി അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു. സീഡ്സും മാന്യൂസും ഇംപ്ലിമെൻറ്റ്സും എല്ലാം സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് കോപ്പറേറ്റീവ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഇൻഡിവിജ്വൽ ഓണർഷിപ്പും ഇൻഡിവിജ്വൽ കൾട്ടിവേഷനുമാണ് അപ്പോൾ വരുന്നത്. അതായത് മെമ്പേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് തന്നെയായിരിക്കും ആൻഡ് മെമ്പേഴ്സ് ഇൻഡിവിജ്വലി കൾട്ടിവേറ്റ് ചെയ്യും. ഇൻഡിവിജ്വൽ ഓണർഷിപ്പും ഇൻഡിവിജ്വൽ കൾട്ടിവേഷനും. നമ്മുടെ CSEBയുടെ ക്ലർക്കിൻ്റെ എക്സാമിന് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ്, ഇൻഡിവിജ്വൽ കൾട്ടിവേഷൻ, അത് ഇതിൽ ഏത് ടൈപ്പ് ഫാമിങ്ങിനാണെന്ന് ചോദിക്കും. അത് കോപ്പറേറ്റീവ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റിക്കാണ് ഇൻഡിവിജ്വൽ ഓണർഷിപ്പും ഇൻഡിവിജ്വൽ കൾട്ടിവേഷനും വരുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റി. ദ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ഈസ് റീറ്റെയിൻഡ് ബൈ ദ ഇൻഡിവിജ്വൽ മെമ്പർ ബട്ട് പൂൾ ദെയർ ഇൻഡിവിജ്വൽ പ്ലോട്ട് ടു ജോയിൻറ്റ് കൾട്ടിവേഷൻ. ഇവിടെ ഓണർഷിപ്പ്, ലാൻഡിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് മെമ്പറിനാണ്. പക്ഷേ അവർ എല്ലാ മെമ്പേഴ്സിൻ്റെയും ലാൻഡുകൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്. ജോയിൻ്റ് കൾട്ടിവേഷൻ നടത്തും. എല്ലാ മെമ്പേഴ്സിൻ്റെയും ലാൻഡുകൾ ഒരുമിച്ച് ചേർത്ത് ജോയിൻ്റ് കൾട്ടിവേഷൻ നടത്തുന്നു. ദ സൊസൈറ്റി മാനേജ് ദ കൾട്ടിവേഷൻ ആൻഡ് ദ മെമ്പേഴ്സ് ആർ പെയ്ഡ് ഡെയിലി വേജസ്. സൊസൈറ്റിയാണ് കൾട്ടിവേഷൻ മാനേജ് ചെയ്യുന്നത്. മെമ്പേഴ്സിന് ഇതിന് ഡെയിലി വേജസും കൊടുക്കുന്നുണ്ട്. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് വേജസ് ഏൺഡ് ബൈ ദം. പ്രോഫിറ്റ് ഇവർ വേജ് ഏൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓണർഷിപ്പ് ഡിവിഡൻഡ് ഈസ് റിലേറ്റഡ് ടു ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റി. ഓണർഷിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് CSEB ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓണർഷിപ്പ് ഡിവിഡൻഡ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. ഇറ്റ്സ് റിലേറ്റഡ് ടു ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റിയാണ്. ഓണർഷിപ്പ് ഡിവിഡൻഡ് മീൻസ് എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് ഈസ് ഓൾസോ പെയ്ഡ് ടു ദ മെമ്പേഴ്സ് ഇൻ പ്രപ്പോർഷൻ ടു ദ വാല്യൂ ദെയർ റെസ്പെക്റ്റീവ് ലാൻഡ്. ഡിവിഡൻഡിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ മെമ്പേഴ്സിന് കൊടുക്കും. അത് അവരുടെ ലാൻഡിൻ്റെ വാല്യൂവിന് ആനുപാതികമായിട്ടുള്ള ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും അത്. അപ്പോൾ ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് ഓണർഷിപ്പ് അവിടെ മെമ്പറിന് തന്നെ ആയിരിക്കും. കുറച്ച് മെമ്പേഴ്സ് അവരുടെ സ്ഥലങ്ങളെല്ലാം ഒരുമിച്ചാക്കിയിട്ട് ജോയിൻറ്റ് കൾട്ടിവേഷൻ നടത്തുന്നു. അപ്പോൾ ഇവിടെയും സൊസൈറ്റി അത് മാനേജ് ചെയ്യുന്നു ആൻഡ് അവർക്ക് ഡെയിലി വേജസ് കൊടുക്കുന്നു. പിന്നെ ഒരു ഓണർഷിപ്പ് ഡിവിഡൻഡ് ഉണ്ട്. ഈ അവരുടെ മെമ്പേഴ്സിൻ്റെ ലാൻഡാണല്ലോ, അപ്പോൾ അതിന് ആനുപാതികം, ആ ലാൻഡിൻ്റെ വാല്യൂവിന് ആനുപാതികമായിട്ടുള്ള ഒരു എമൗണ്ട് ഡിവിഡൻഡിൽ നിന്ന് ഒരു സ്മോൾ പെർസെൻറ്റേജ് അവർക്ക് പ്രോഫിറ്റിൽ നിന്ന് ഒരു സ്മോൾ പെർസെൻറ്റേജ് അവർക്ക്
ഡിവിഡൻ്റായിട്ട് ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെയും എന്താണ്, ഓണർഷിപ്പ് മെമ്പറിനാണ്, ആ ഇൻഡിവിജ്വലിനാണ് ഓണർഷിപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ ഓണർഷിപ്പും ജോയിൻ്റ് കൾട്ടിവേഷനും ആയിരിക്കും. ഓക്കെ, ഇൻഡിവിജ്വൽ ഓണർഷിപ്പും ജോയിൻ്റ് കൾട്ടിവേഷനും. നമ്മൾ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഓണർ എന്ന് പറയുന്നത് മെമ്പർ ആയിരിക്കും. ജോയിൻ്റ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഓണർഷിപ്പും ജോയിൻ്റ് കൾട്ടിവേഷനും. നമ്മൾ ആദ്യം പറഞ്ഞ ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഓണർഷിപ്പും ഇൻഡിവിജ്വൽ കൾട്ടിവേഷനും, ജോയിൻ്റ് ഫാമിംഗ് വരാൻ നേരത്ത് ഇൻഡിവിജ്വൽ ഓണർഷിപ്പും ജോയിൻ്റ് കൾട്ടിവേഷനും വരും. അടുത്തത് കോപ്പറേറ്റീവ് ടെനൻ്റ് ഫാമിംഗ് സൊസൈറ്റിയാണ്. ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദ സൊസൈറ്റി. ഇവിടെ വരുന്നത് ലാൻഡ് ഓണറായിട്ട് വരുന്നത് സൊസൈറ്റിയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞ രണ്ടെണ്ണത്തിലും ലാൻഡ് ഓണർ മെമ്പർ ആയിരുന്നു. പക്ഷേ ടെനൻ്റ് ഫാമിങ്ങിൽ ലാൻഡ് ഓണർ എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. സൊസൈറ്റി ഡിവൈഡ് ദ ലാൻഡ് ഇൻ ടു സ്മോൾ പ്ലോട്ട്സ് ആൻഡ് ലീസസ് ദം ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ കൾട്ടിവേഷൻ. സൊസൈറ്റി അവരുടെ ലാൻഡിനെ പല പല പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ട് മെമ്പേഴ്സിന് അത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് അഗ്രികൾച്ചറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെമ്പേഴ്സിന് ലീസിന് കൊടുക്കുന്നു. ഈച്ച് മെമ്പർ ഷുഡ് പേ എ റീസണബിൾ റെൻറ്റ് ഫോർ യൂസ് ഓഫ് പ്ലോട്ട്സ്. അപ്പോൾ ഈ പ്ലോട്ട് യൂസ് ചെയ്യുന്നതിന് ഓരോ മെമ്പേഴ്സും സൊസൈറ്റിക്ക് റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ദ പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ പ്രപ്പോർഷൻ ഓഫ് റെൻറ്റ് പെയ്ഡ് ബൈ ദ. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർ കൊടുക്കുന്ന റെൻറ്റിന് ആനുപാതികമായിട്ടാണ് പ്രോഫിറ്റ് കൊടുക്കുന്നത്. ദർ ഈസ് ഇൻഡിവിജ്വൽ കൾട്ടിവേഷൻ ആൻഡ് കളക്റ്റീവ് ഓണർഷിപ്പാണ്. ഇൻഡിവിജ്വൽ അതായത് അവർ തന്നെത്താനെ ഇൻഡിവിജ്വലായിട്ട് കൾട്ടിവേഷൻ നടത്തുന്നു. ആൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് കളക്റ്റീവ് അല്ലെങ്കിൽ ജോയിൻ്റ് ഓണർഷിപ്പ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ടെനൻ്റ് ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ലാൻഡ് സൊസൈറ്റി പല പല പ്ലോട്ടുകളായിട്ട് തിരിച്ച് മെമ്പേഴ്സിന് അത് കൾട്ടിവേഷന് വേണ്ടിയിട്ട് ലീസിന് കൊടുക്കുന്നു. മെമ്പർ ഇതിന് ഒരു റെൻറ്റ് സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവർ കൊടുക്കുന്ന റെൻറ്റിന് ആനുപാതികമായിട്ടായിരിക്കും. ഇവിടെ വരുന്നത് എന്താണ്, ഇപ്പോൾ മെമ്പേഴ്സ് ഓരോ മെമ്പേഴ്സിനും പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നത് ഇൻഡിവിജ്വൽ കൾട്ടിവേഷനാണ്. അവർ ഒരു മെമ്പറിന് ഓരോ പ്ലോട്ടുകളായിട്ട് കൊടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ കൾട്ടിവേഷൻ വരും. ആൻഡ് അവിടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ഓണർഷിപ്പ് വരും, അല്ലെങ്കിൽ ഒരു ജോയിൻ്റ് ഓണർഷിപ്പ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ടെനൻ്റ് ഫാമിംഗ് എന്ന് പറയുന്നത് ജോയിൻ്റ് ഓണർഷിപ്പ്, ഇൻഡിവിജ്വൽ കൾട്ടിവേഷൻ, ജോയിൻ്റ് അല്ലെങ്കിൽ കളക്റ്റീവ് എന്ന് പറയാം. അപ്പോൾ ജോയിൻ്റ് ഓണർഷിപ്പും ഇൻഡിവിജ്വൽ കൾട്ടിവേഷനുമാണ് ടെനൻ്റ് ഫാമിംഗ് സൊസൈറ്റിക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് കോപ്പറേറ്റീവ് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി. കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ഓണർഷിപ്പ് ആൻഡ് കളക്റ്റീവ് കൾട്ടിവേഷൻ, അതായത് ജോയിൻ്റ് ഓണർഷിപ്പ് ആൻഡ് ജോയിൻ്റ് കൾട്ടിവേഷൻ അങ്ങനെയും പറയാം കേട്ടോ. അപ്പോൾ കളക്റ്റീവ് ഓണർഷിപ്പ് ആൻഡ് കളക്റ്റീവ് കൾട്ടിവേഷൻ. ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി കൾട്ടിവേറ്റ് ദ ലാൻഡ് ജോയിൻ്റ്ലി. മെമ്പേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ആ ലാൻഡിൽ ജോയിൻ്റ് ആയിട്ട് കൾട്ടിവേഷൻ നടത്തുന്നു. ദ മെമ്പേഴ്സ് ഗെറ്റ് ഡെയിലി വേജസ്. മെമ്പേഴ്സിന് ഇതിന് ഡെയിലി വേജസ് കിട്ടുന്നു. പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് വേജസ് ഏൺഡ് ബൈ ദം. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർ ഏൺ ചെയ്യുന്ന വേജസിന് ആനുപാതികമായിട്ടായിരിക്കും പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെയും വരുന്നത് ആ ലാൻഡിൻ്റെ ഓണർ എന്ന് പറയുന്നത് സൊസൈറ്റി ആയിരിക്കും. ആൻഡ് മെമ്പേഴ്സ് ഒരുമിച്ച് ജോയിൻ്റ് കൾട്ടിവേഷൻ നടത്തും. ആൻഡ് അവിടെ ജോയിൻ്റ് ഓണർഷിപ്പും ആയിരിക്കും. ഓക്കെ, മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കൃഷി ചെയ്യുന്നതാണത്. ഇവിടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വർക്കർ എന്നുള്ള ഒരു രീതിയിലാണ് മെമ്പർ വരുന്നത്. ആൻഡ് ഇവർക്ക് സൊസൈറ്റി വേജസ് കൊടുക്കുന്നു. സൊസൈറ്റിയുടെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് സൊസൈറ്റി തന്നെയായിട്ടാണ് കൃഷി നടത്തുന്നത്. മെമ്പേഴ്സ് വർക്കറായിട്ട് വരുന്നു. അപ്പോൾ വേജസ് സൊസൈറ്റി കൊടുക്കുന്നു. പ്രോഫിറ്റ് അതിനനുസരിച്ച് ആ വേജസിനനുസരിച്ചിട്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു ജോയിൻ്റ് ഓണർഷിപ്പും ജോയിൻ്റ് കൾട്ടിവേഷനുമാണ്, അല്ലെങ്കിൽ കളക്റ്റീവ് ഓണർഷിപ്പ് കളക്റ്റീവ് കൾട്ടിവേഷൻ, അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റിയാണ് ആദ്യം വരുന്നത്. അതിൽ ഓണർ എന്ന് പറയുന്നത് ലാൻഡിൻ്റെ ഓണർ എന്ന് പറയുന്നത് മെമ്പറായിരിക്കും. സൊസൈറ്റി ലാൻഡിൻ്റെ ഓണർ മെമ്പറായിരിക്കും.
ആൻഡ് സൊസൈറ്റി അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കും. സീഡ്സ്, മാന്യൂർ, ഇംപ്ലിമെൻ്റ് ഇതെല്ലാം അവർക്ക് കൊടുക്കുന്നത് സൊസൈറ്റിയാണ്. അവിടെ മെമ്പറുടെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. സൊസൈറ്റി ഈ കാര്യങ്ങളെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ്, ഇൻഡിവിജ്വൽ കൾട്ടിവേഷൻ എന്ന് പറയും. അടുത്തത് ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റിയാണ്. ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഇൻഡിവിജ്വലിൻ്റെ അടുത്തായിരിക്കും. മെമ്പേഴ്സ് എല്ലാവരും അവരുടെ സ്ഥലം ഒരുമിച്ച് ചേർന്ന് കൃഷി ചെയ്യുന്നു. അപ്പോൾ അതിൽ വരുന്നത് ഇൻഡിവിജ്വൽ ഓണർഷിപ്പും ജോയിൻറ്റ് കൾട്ടിവേഷനുമാണ് വരുന്നത്. അപ്പോൾ സൊസൈറ്റി ഇവർക്ക് വേജസ് കൊടുക്കുന്നു. ഈ പ്രോഫിറ്റ് ഈ വേജസിന് ആനുപാതികമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഇവർക്ക് ഓണർഷിപ്പ് ഡിവിഡൻഡ് ഉണ്ട്. ഓണർഷിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് അവരുടെ ആ ലാൻഡിൻ്റെ വാല്യൂവിന് ആനുപാതികമായിട്ട് പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് ഒരു ചെറിയ പെർസെൻറ്റേജ് ഡിവിഡൻഡ് കൊടുക്കുന്നു. അതാണ് ഓണർഷിപ്പ് ഡിവിഡൻഡ്. അടുത്തത് കോപ്പറേറ്റീവ് ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റി. അതിൽ ലാൻഡിൻ്റെ ഓണർ എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. സൊസൈറ്റി ലാൻഡിനെ പല പല പ്ലോട്ടുകളായി തിരിച്ചിട്ട് മെമ്പേഴ്സിന് ലീസിന് കൊടുക്കും. മെമ്പേഴ്സ് അതിൽ റെൻറ്റ് സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ റെൻറ്റിന് ആനുപാതികമായിട്ടാണ്. ഇവിടെ വരുന്നത് ജോയിൻറ്റ് ഓണർഷിപ്പും ഇൻഡിവിജ്വൽ കൾട്ടിവേഷനുമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൾട്ടിവേഷൻ ആൻഡ് കളക്റ്റീവ് ഓണർഷിപ്പ്, കളക്റ്റീവ് എന്നും പറയും. കളക്റ്റീവ് ഓണർഷിപ്പുമാണ് വരുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി. അതിൽ ലാൻഡിൻ്റെ ഓണർ സൊസൈറ്റിയാണ്. സൊസൈറ്റി തന്നെയാണ് അവിടെ കൃഷി ഇറക്കുന്നത്. അതിൽ വർക്കർ എന്നുള്ളൊരു രീതിയിലാണ് മെമ്പേഴ്സ് വരുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി കൾട്ടിവേറ്റ് ദ ലാൻഡ് ജോയിൻ്റ്ലി. മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ലാൻഡിൽ ഒരുമിച്ച് കൃഷി ചെയ്യുന്നു. അതുകൊണ്ട് ഇത് ജോയിൻറ്റ് ഓണർഷിപ്പ് ആൻഡ് ജോയിൻറ്റ് കൾട്ടിവേഷനാണ്. മെമ്പേഴ്സിന് ഇതിന് ഡെയിലി വേജസ് കിട്ടുന്നുണ്ട്. ആൻഡ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ വേജസിന് ആനുപാതികമായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് ജോയിൻ്റ് ഓണർഷിപ്പും ജോയിൻ്റ് കൾട്ടിവേഷനും. CSEBയുടെ എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ളത് ഇതുപോലെയാണ്. ഈ ജോയിൻ്റ് ഓണർഷിപ്പ് ആൻഡ് ജോയിൻ്റ് കൾട്ടിവേഷൻ ഇത് ഏതിലായിരിക്കും വരുന്നത്? അത് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റിയാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും ഇതനുസരിച്ചിട്ടാണ് CSEBയുടെ എക്സാമിന് ഇതിന് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്